മാളോട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്കായുള്ള അർണവൃക്ഷം എത്തിച്ചു. ഭക്തിനിർഭരമായ ഘോഷയാത്രയുടെ സ്വീകരണം നടന്നു. ഐതിഹ്യപ്പെരുമയും വിശ്വാസവും ഒത്തുചേർന്ന നിമിഷങ്ങൾ സാക്ഷ്യം നിർത്തി ബാലരാമപുരം തലയിൽ മാളോട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ധ്വജനിർമ്മാണത്തിനായുള്ള അർണവൃക്ഷം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രസന്നിധിയിലെത്തിച്ചു. നടന്ന ജ്യോതിഷവിധി പ്രകാരം ക്ഷേത്ര പുനരുദ്ധരണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവുമായി പ്രവചിക്കപ്പെട്ട ധ്വജനിർമ്മാണത്തിന് ഇതോടെ തുടക്കമായത്. പാലയിൽ നിന്നുള്ള യാത്ര പാല മേവടയിൽ നിന്ന് കണ്ടെത്തിയ ലക്ഷണമൊത്ത തേക്കിൻ വൃക്ഷം ഫെബ്രുവരി 11 രാവിലെ 9-നും 9:40 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രമേൽശാന്തി ശരത് പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജകൾക്ക് ശേഷം ഖണ്ഡിച്ചു. തച്ചൻ ഉളിവച്ചു കൊത്തിയ വൃക്ഷം നിലം തൊടാതെയാണ് വാഹനത്തിൽ കയറ്റിയത്. പാല MLA എ മണി സി കാപ്പൻ, ക്ഷേത്ര പ്രസിഡന്റ് ഹരിഹരൻ നായർ, കൊഴുവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AC ജോസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ MLA തന്നെ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്ത് യാത്ര തിരിച്ചു. ബാലരാമപുരത്തെ ഘോഷയാത്ര ഫെബ്രുവരി 12 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ബാലരാമപുരം അഗസ്ത്യാർ സ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പത്മനാഭ ഹോട്ടൽ മാനേജർ നിതീഷ് ഭദ്രദീപംകൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കോവളം MLA M വിൻസെന്റ് അർണവൃക്ഷത്തിൽ പുഷ്പാർച്ചന നടത്തുകയും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. താലപ്പൊലി, മുത്തുക്കുട, വാദ്യമേളം, ഭജൻസ് എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഷീല, നെയ്യാറ്റിങ്കര NSS താലൂക്ക് യൂണിയൻ ചെയർമാനും ക്ഷേത്ര പ്രസിഡന്റുമായ N ഹരിഹരൻ നായർ, സെക്രട്ടറി മഞ്ചാടിത്തല രവി, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, കരയോഗം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര സങ്കല്പങ്ങൾക്കനുസരിച്ച് ധ്വജനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. മാളോട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2014 ആരംഭിച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ ദേവിയുടെ തിരുനടയിൽ തൃക്കൊടിമരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത്. പാലായിലെ മേവടയിൽ നിന്നും ആചാരപ്രകാരമുള്ള വൃക്ഷപൂജ നടത്തി എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി ആണ് നമ്മുടെ ഈ മരം ദേവിക്ക് സമർപ്പിക്കുന്നതിനായിട്ട് വൃക്ഷഛേദം നടത്തിയത്. നമ്മുടെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ ഉള്ള സാന്നിധ്യത്തിൽ അവരുടെ ഏവരുടെ അനുഗ്രഹത്തോടു കൂടി ദേവീ സന്നിധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഒരു വർഷക്കാലം ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന്, ഇതിൻ്റെ തടി ഉണങ്ങുന്നതനുസരിച്ച് അടുത്ത പണികൾ ചെയ്യുന്നതും, അതോടൊപ്പം തന്നെ 5-6 മാസക്കാലം എണ്ണത്തോണിയിൽ ഇട്ടുകൊണ്ട് പൂർണ്ണമായി അങ്ങാടി മരുന്നുകൾ ചേർത്ത് 36 ഇനം അങ്ങാടി മരുന്നുകൾ ചേർത്ത് ഉള്ള എണ്ണക്കൂട്ടിലാണ് തൃക്കൊടിമരം നാട്ടുന്നതിന് പാകപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളോളം ക്ഷേത്രത്തിൽ ഐശ്വര്യ സമൃദ്ധമായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനി വരും ദിനങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരിപൂർണമാക്കുന്നതിന് മുഴുവൻ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് മാളോട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. GTV ന്യൂസ്, ബാലരാമപുരം.